ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കാറ്റത്തേക്കിടക്കൂടിന്റെ വരാനിരിക്കുന്ന ഒരു എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. വിവാഹ നിശ്ചയം മുടങ്ങി എല്ലാവരും കിളിക്കൂട്ടിലേക്ക് മടങ്ങി എത്തുകയാണ്. അവിനാശും വിഷമത്തോടുകൂടി അവിടേക്ക് വന്നിരിക്കുന്നു. ദേഷ്യത്തോടുകൂടി ഭാസ്കരൻ സുഭാഷിനോട് പറയുന്നു, എടാ ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ ഇത് ശരിയാകില്ലെന്ന്, നീ കേട്ടില്ലല്ലോ. വലിയ ആളെ പോലെ നിങ്ങൾ എന്റെ കൂടെ വന്നാ മതി, ഞാൻ എല്ലാ കാര്യങ്ങളും നോക്കിക്കോളാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ നാണം കേട്ട് വന്നതാണ് മിച്ചം. ആ കുടുംബത്തെ കണ്ടപ്പോഴേ എനിക്ക് തോന്നി അവരാരും ശരിയല്ല. അതൊരു കുടുംബമാണോ? ഡിവോഴ്സ് ഇതുവരെ കിട്ടിയിട്ടില്ല, അതിനു മുമ്പേ നിശ്ചയത്തിന്റെ തീയതി കുറിക്കുന്നു. എന്ത് ജന്മങ്ങളാണോ എന്തോ. ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ ഈ വിവാഹം വേണ്ടെന്ന്. നീ എന്റെ വാക്കിന് വില തന്നില്ലല്ലോ. എല്ലാവരും ഒരുങ്ങിക്കെട്ടി വിവാഹ നിശ്ചയത്തിന് ചെന്നപ്പോൾ ഞാൻ എന്റെ ഭർത്താവിന്റെ കൂടെ ജീവിക്കാൻ പോവുകയാണെന്ന് പെണ്ണ്. അതിനായിരുന്നോ ഇവിടെ വന്ന് നിശ്ചയത്തിന് തീയതി കുറിച്ചത് അവര്? ആ ബ്രോക്കർ ദാസപ്പനെ എന്റെ കയ്യിൽ കിട്ടട്ടെ, ഞാൻ അവനെ വെറുതെ വിടില്ല. എന്റെ ചേട്ടനെയും ലളിതയും എല്ലാം കൂട്ടിക്കൊണ്ടുപോയി അപമാനപ്പെട്ടത് മാത്രമാണ് മിച്ചം. ഇനിയും രണ്ടുപേരും ഈ നാട് മുഴുവൻ അറിയിക്കും. നാട്ടുകാർ നമ്മളെ നോക്കി ചിരിക്കും. ഇപ്പം ചേട്ടനും പെങ്ങളും വീട്ടിനകത്തിരുന്ന് ഇത് പറഞ്ഞ് പൊട്ടിച്ചിരിക്കുകയായിരിക്കും. നന്നായിട്ടുണ്ട്. ഇത് കേട്ട് ഹരീഷ് പറയുകയാണ്, ഒന്ന് നിർത്തുന്നുണ്ടോ? നാട്ടുകാർ പറയുന്നത് നമുക്ക് പുതിയ കാര്യമാണോ? ഈ നാട്ടുകാർ നമ്മളെ കുറിച്ച് നല്ലതൊന്നും പറയാറില്ലല്ലോ. നിങ്ങൾ പോ, ഞങ്ങൾ നോക്കിക്കോളാം. ഭാസ്കരൻ പറയുകയാണ്, ഞാൻ പോകാതെ ഇവിടെ ഇരിക്കാൻ പോവുകയാണോ? ഞാൻ പോവാന്ന് പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുന്ന ഭാസ്കരൻ കാണുകയാണ് അവിടെ ഇരിക്കുന്ന അവിനാശിനെ. ഭാസ്കരൻ ചോദിക്കുന്നു, നീ എന്തിനാടാ ഇപ്പോഴും ഇവിടെ ഇരിക്കുന്നേ? പോടാ, വീട്ടിലേക്ക് പോ. ഇവരുടെ ഒപ്പം കൂട്ടുകൂടണ്ട, നിന്റെ ജീവിതം കൂടി ഇവര് നശിപ്പിക്കും. അങ്ങനെ ഭാസ്കരനോട് വന്ന് പോകുമ്പോൾ അവിനാശ് വിഷമത്തോടുകൂടി വാതിലിന്റെ അരികിലേക്ക് വന്ന് നിൽക്കുകയാണ്. അപ്പൊ നികേഷ് പറയുകയാണ്, സുഭാഷേട്ടാ എന്റെ ഈ പ്രായത്തിൽ ഇതൊക്കെ പറയാൻ പാടില്ലാത്തതാ, എന്നാലും ഞാൻ പറയുവാ, ഈ കാര്യത്തില് സുഭാഷേട്ടന് ഒരു വിവരമില്ല. ഞങ്ങളെ മൂന്നുപേരെയും സുഭാഷേട്ടൻ നന്നായി വളർത്തി, പക്ഷേ സുഭാഷേട്ടന്റെ കല്യാണ കാര്യത്തില് ഒരു തീരുമാനം എടുക്കാൻ സുഭാഷേട്ടൻ അറിയില്ല. ഇത് കേട്ട് സുഭാഷ് വിഷമത്തോടുകൂടി നിൽക്കുമ്പോൾ സുധീഷ് പറയണ, പാവത്തെ പോലെ നിൽക്കുന്നത് കണ്ടില്ലേ, ഇതിന്റെ ആവശ്യം ഉണ്ടായിരുന്നോ സുഭാഷേട്ടാ? ഞാൻ സുഭാഷേട്ടനോട് എത്ര തവണ ചോദിച്ചു, നന്നായിട്ട് അന്വേഷിച്ചോ, നല്ല കുടുംബമാണോ, എല്ലാ കാര്യങ്ങളും അവരെ കുറിച്ച് അറിഞ്ഞിട്ടാണോ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തതെന്നൊക്കെ ചോദിച്ചതല്ലേ. എല്ലാം ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞു. ഇങ്ങനെയാണോ സുഭാഷേട്ടൻ എല്ലാ കാര്യങ്ങളും നോക്കിയത്? ബ്രോക്കർ 1000 കാര്യങ്ങൾ പറയും. അയാൾക്ക് കല്യാണം നടത്തി നമ്മുടെ കയ്യിൽ നിന്നും കാശ് വാങ്ങിക്കണം. കമ്മീഷൻ കിട്ടാൻ അയാൾ 1000 അല്ല 10,000 കള്ളങ്ങൾ പറയും. അയാൾ പറയുന്നതെല്ലാം സത്യമാണെന്ന് സുഭാഷേട്ടൻ വിശ്വസിക്കോ? ഇങ്ങനെ ആരെന്ത് പറഞ്ഞാലും വിശ്വസിക്കാൻ ഇരിക്കല്ലേ സുഭാഷേട്ടാ? സത്യമായിട്ട് എനിക്ക് സുഭാഷേട്ടനെ കുറിച്ച് ആലോചിക്കുമ്പോൾ പേടി തോന്നുവാ. ഞാനും ഹരീഷും ആ പെണ്ണിനെ കുറിച്ച് അന്വേഷിക്കാനായി അങ്ങോട്ട് പോയായിരുന്നു. ഒരാൾ പോലും ആ വീടിനെ കുറിച്ചും ആ പെണ്ണിനെ കുറിച്ചും നല്ലത് പറഞ്ഞില്ല. അപ്പൊ തന്നെ ഇത് വേണ്ടാന്ന് തീരുമാനിക്കേണ്ടതായിരുന്നു. സുഭാഷേട്ടൻ നല്ല വിശ്വാസത്തോടു കൂടിയല്ലേ നിശ്ചയത്തിന് പോകാന്ന് പറഞ്ഞത്. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു സുഭാഷേട്ടൻ എല്ലാം അന്വേഷിച്ചിട്ടുണ്ടാകുമെന്ന്. അവസാന നിമിഷത്തില് ആരോ 4 പേര് പറയുന്നത് കേട്ട് ഒരു തീരുമാനം എടുക്കണ്ട, സുഭാഷേട്ടനെ വിശ്വസിക്കാം. അങ്ങനെ സുഭാഷേട്ടന്റെ പിന്നാലെ വന്നപ്പോൾ സുഭാഷേട്ടൻ ആ കുടുംബത്തെ കുറിച്ച് അന്വേഷിച്ചിട്ട് പോലുമില്ല. പിന്നെ എന്തിനാ ആ കുടുംബത്തെ അത്ര സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചത്? ഇത് കേട്ട് നിധി പറയണ, സുഭാഷേട്ടൻ വേണോന്ന് കരുതിയല്ലോ ഇതെല്ലാം ചെയ്തത്. പാവം, സുഭാഷേട്ടൻ ഒന്നും അറിയില്ലായിരുന്നു. ഇത് കേട്ട് സുധീഷ് പറയണ, അറിയത്തില്ലെങ്കിൽ മിണ്ടാതെ നിൽക്കണം. ആദ്യമായിട്ട് കല്യാണ കാര്യത്തിൽ ഒരു തീരുമാനമെടുത്ത് സുഭാഷേട്ടൻ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് കണ്ടപ്പോൾ ഞങ്ങൾക്കും വിശ്വാസം തോന്നി. പക്ഷെ എല്ലാം നശിപ്പിച്ചില്ലേ? ഇത് ദിവസവും സുഭാഷേട്ടൻ കറി ഉണ്ടാക്കുന്നത് പോലെയല്ല, അല്ലെങ്കിൽ വീട് പണിയുന്നത് പോലെയല്ല. ഇതൊക്കെ കല്യാണക്കാര്യമാണ്. ധൃതി പിടിക്കാതെ ക്ഷമയോടുകൂടി വേണം ചെയ്യാൻ. ഇങ്ങനെ ധൃതി പിടിക്കാതിരുന്നെങ്കിൽ എല്ലാം അന്വേഷിക്കാമായിരുന്നല്ലോ സുഭാഷേട്ടാ. അപ്പൊ ഹരീശ്വരാണ്, സുഭാഷേട്ടാ ഇനി സുഭാഷേട്ടൻ കല്യാണക്കാര്യത്തില് ഒരു തീരുമാനം എടുക്കണ്ട, എല്ലാം ഞങ്ങൾ നോക്കിക്കോളാം. സുധീഷേട്ടൻ പറഞ്ഞതുപോലെ പാചകം ചെയ്യുന്നതിലും വീട് പണിയുന്നതിലും ഒക്കെ സുഭാഷേട്ടൻ മിടുക്ക് കാണിക്കാറുണ്ട്. പക്ഷെ കല്യാണ കാര്യത്തില് സുഭാഷേട്ടൻ ഒന്നും അറിയില്ല. ആരെന്ത് പറഞ്ഞാലും അത് സത്യമാണെന്ന് വിശ്വസിക്കുന്നു. ആ ബ്രോക്കറെ വിശ്വസിച്ച് ഇങ്ങനെ ഒരു കുടുംബം നല്ല കുടുംബമാണെന്ന് വിശ്വസിച്ചില്ലേ? ഭാഗ്യത്തിന് നിശ്ചയത്തിന് മുമ്പേ എല്ലാം അവസാനിച്ചു. കല്യാണം കഴിഞ്ഞ് ആ പെൺകുട്ടി നമ്മുടെ വീട്ടിലേക്ക് വന്നിരുന്നെങ്കിൽ സുഭാഷേട്ടന്റെ അവസ്ഥ എന്താകുമായിരുന്നെന്ന് ഒന്ന് ആലോചിച്ചു നോക്ക്. അവരെല്ലാവരും കൂടി ചേർന്ന് സുഭാഷേട്ടനെ മുടിപ്പിച്ചേനെ. സുധീഷ് പറയണ, അയാള് ദേഷ്യത്തിൽ ബഹളം വെച്ചിട്ട് പോയതാണെങ്കിലും പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമാ. നമ്മൾ മാത്രം പോയി നാണം കെട്ടത് പോരാഞ്ഞിട്ട് വല്യച്ഛനെ അമ്മായിയും കൂടി കൂട്ടിക്കൊണ്ടുപോയി നാണം കെട്ടു. ഇനി ഈ ജന്മം മുഴുവൻ വല്യച്ഛൻ ഈ കാര്യം പറയും. അങ്ങനെ സുധീഷും ഹരീഷും സുഭാഷിനെ കുറ്റപ്പെടുത്തി സംസാരിക്കുമ്പോൾ വളരെ വിഷമത്തോടുകൂടി സുഭാഷിനെ നോക്കി നിൽക്കുകയാണ് നിധിയും അവിനാശും. നിധി പറയുന്നു, മതി, രണ്ടുപേരും ഒന്ന് നിർത്തുന്നുണ്ടോ? വീട് സുധീഷേ, സുഭാഷേട്ടൻ ഒരു പാവമല്ലേ? നിശ്ചയം മുടങ്ങിപ്പോയതിൽ നമ്മളെക്കാട്ടിലും വിഷമം സുഭാഷേട്ടനായിരിക്കും. ഇങ്ങനെ സുഭാഷേട്ടനെ വഴക്ക് പറഞ്ഞിട്ട് എന്താ അർത്ഥം? സുധീഷ് പറയണ, പേടി തോന്നുവാ നിധി. ഇത്രയ്ക്ക് പാവമായി പോയാൽ എന്താ ചെയ്യുക? എങ്ങനെ ജീവിക്കും? അതൊക്കെ ആലോചിക്കുമ്പോൾ എനിക്ക് ഭയം തോന്നുവാ. അപ്പൊ സുഭാഷ് പറയണ, സുധീഷേ എന്റെ കല്യാണം നടന്നാൽ ഹരീഷിന്റെ കല്യാണം നടക്കുമല്ലോ, അതുകൊണ്ടാടാ ഞാൻ ഈ കല്യാണം ധൃതി പിടിച്ച് നടത്താമെന്ന് തീരുമാനിച്ചത്. ഹരീഷ് ചോദിക്കുന്നു, ഞാൻ പറഞ്ഞായിരുന്നോ എന്റെ കല്യാണം ഉടനെ നടക്കണം, അതുകൊണ്ട് സുഭാഷേട്ടൻ പെട്ടെന്ന് കല്യാണം കഴിക്കണമെന്ന്? അപ്പൊ സുഭാഷ് പറയണ, അതല്ലടാ ഹരീഷ്, നീതു നിന്നെ വിശ്വസിച്ച് വീട് വിട്ട് വന്നതല്ലേ. പക്ഷെ നീ ആ കുട്ടിയെ കല്യാണം കഴിക്കാതെ തിരിച്ച് അവളുടെ വീട്ടിലേക്ക് കൊണ്ടുവിട്ടില്ലേ? ആ കുട്ടി പാവല്ലേ, വല്ലാതെ വിഷമിച്ചു. അത് മാത്രമല്ല, നീ എന്റെ സുഭാഷേട്ടന്റെ കല്യാണം കഴിയാതെ ഞാൻ നിന്നെ കല്യാണം കഴിക്കില്ല എന്ന് നീ പറഞ്ഞില്ലേ?
പറഞ്ഞില്ലേ, അത് കേട്ടപ്പോൾ എന്റെ മനസ്സിന് വല്ലാത്ത വിഷമം തോന്നി. അതുകൊണ്ടാ ഞാൻ കല്യാണം കഴിച്ചാൽ നിന്റെ കല്യാണത്തിന് ഒരു തടസ്സവും ഉണ്ടാകില്ലല്ലോ, നീയും നീതുവും കല്യാണം കഴിച്ച് സന്തോഷമായിട്ട് ജീവിക്കുമല്ലോ എന്ന്. അതുകൊണ്ടാടാ ഉടനെ എന്റെ കല്യാണം നടക്കണം, പെണ്ണ് ആരാണെങ്കിലും കുഴപ്പമില്ലാന്ന് കരുതി ഈ കല്യാണത്തിന് സമ്മതിച്ചത്. ഇത് കേട്ട് എല്ലാവരും വിഷമത്തോടുകൂടി സുഭാഷിനെ നോക്കുമ്പോൾ സുധീഷ് ദേഷ്യത്തോടുകൂടി മുഖം തിരിക്കുകയാണ്. ഹരീഷ് ചോദിക്കുന്നു, സുഭാഷേട്ടാ, സുഭാഷേട്ടനെ കണ്ട് നീതു എന്തെങ്കിലും പറഞ്ഞിരുന്നോ? പറ സുഭാഷേട്ടാ, പെട്ടെന്ന് സുഭാഷേട്ടൻ കല്യാണം കഴിക്കണമെന്ന് അവള് പറഞ്ഞോ? അപ്പൊ സുഭാഷ് പറയണ, അങ്ങനെയൊന്നും പറഞ്ഞില്ലടാ ഹരീഷ്, എന്റെ കല്യാണം കഴിഞ്ഞാലേ നീ നീതുവിനെ കല്യാണം കഴിക്കുകയുള്ളൂ എന്ന് പറഞ്ഞെന്ന് എന്നോട് സാധാരണ സംസാരിക്കുന്ന രീതിയിൽ സംസാരിച്ചപ്പോൾ പറഞ്ഞതാ, അല്ലാതെ വേറൊന്നുമില്ല. എന്നോട് കല്യാണം കഴിക്കാൻ പറഞ്ഞത് സ്നേഹം കൊണ്ടാ. ആ സമയം ആ ബ്രോക്കർ സൈറ്റിൽ വന്ന് ഈ ആലോചനയെ കുറിച്ച് പറഞ്ഞു. ശരി, ഞാൻ ഉടനെ കല്യാണം കഴിച്ചാൽ നിന്റെ ജീവിതത്തിലും നല്ലത് നടക്കുമല്ലോ എന്ന് കരുതിയാണ് ഞാൻ ഈ കല്യാണത്തിന് സമ്മതിച്ചത്. ഇത് കേട്ട് സുധീഷ് പറയണ, അതെ, വലിയ ത്യാഗിയാണല്ലോ, അനിയന്റെ കല്യാണം നടക്കാൻ വേണ്ടി കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു. എന്താ സുഭാഷേട്ട ഇങ്ങനെയായി പോയത്? ഇവന്റെ കല്യാണം നടക്കാൻ വേണ്ടി സുഭാഷേട്ടൻ അറിഞ്ഞോണ്ട് കുഴിയിൽ ചാടുകയാണോ? ദേ നോക്ക്, ദയവ് ചെയ്ത് സുഭാഷേട്ടന്റെ കല്യാണ കാര്യത്തില് ഒരു തീരുമാനം എടുക്കരുത്, എല്ലാ കാര്യങ്ങളും ഞങ്ങൾ നോക്കിക്കോളാം. ഹരീഷ് വിഷമത്തോടുകൂടി അടുക്കള വാതിലിന്റെ അരികിലേക്ക് പോകുമ്പോൾ അവിനാശ് പറയുന്നു, വയ്യ, എന്റെ കൂടെ ഒന്ന് പുറത്തേക്ക് വാ. അപ്പൊ നിധി പറയണ, അതെ സുഭാഷേട്ടാ, ഒന്ന് റിലാക്സ് ആവട്ടെ, പോയിട്ട് വാ, ഇവിടെ നിന്നാൽ ഇവരെന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടേയിരിക്കും, പോ സുഭാഷേട്ടാ. വാ വയ്യാന്ന് അവിനാശ് പറയുമ്പോൾ ശരി പോകാന്ന് പറഞ്ഞ് സുഭാഷ് അവിനാശിന്റെ ഒപ്പം പോകാനായി തുടങ്ങുമ്പോൾ സുധീഷ് പറയുന്നു, വയ്യ, ചായ കുടിച്ചിട്ട് ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരണം, സുഭാഷേട്ടനെ എങ്ങോട്ടും തനിച്ചു വിടണ്ട, ഫോൺ ഓൺ അല്ലേ? ഇത് കേട്ട് അവിനാശ് പറയുന്നു, ഫോൺ ഓണാ, ഞാൻ നോക്കിക്കോളാം വയ്യ. ശരിയെന്ന് സുധീഷ് പറയുമ്പോൾ സുഭാഷിനെ കൂട്ടി അവിടെ നിന്ന് പോവുകയാണ് അവിനാശ്. തുടർന്ന് രാത്രി ബൈക്കിൽ നീതുവിന്റെ വീടിന്റെ അരികിലേക്ക് വരികയാണ് ഹരീഷ്. നീതുവിന്റെ ഫോണിലേക്ക് വിളിച്ച് ഹരീഷ് പറയുന്നു, നിന്റെ വീടിന്റെ പുറത്തുണ്ട് ഞാൻ, പുറത്തേക്ക് വാ. നീതു ചോദിക്കാണ്, ഇന്ന് നമ്മൾ കണ്ടതല്ലേ ഉള്ളൂ, ഇത്ര പെട്ടെന്ന് എന്നെ കാണാനായി വീടിന്റെ അടുത്തെത്തിയോ? കുറച്ചു നേരം പോലും നിനക്ക് എന്നെ കാണാതിരിക്കാൻ പറ്റുന്നില്ല അല്ലേ? ദേഷ്യത്തോടു കൂടി ഹരീഷ് ചോദിക്കുന്നു, നീ പുറത്തേക്ക് വരുന്നോ ഇല്ലയോ? നിന്റെ വീടിന്റെ ഉമ്മറത്തുണ്ട് ഞാൻ, ഇങ്ങോട്ട് ഇറങ്ങി വാ. അപ്പൊ നീതു പറയണ, ഹരീഷ്, വീട്ടിലെ അമ്മയും ചേട്ടനും ഒക്കെയുണ്ട്, എന്തെങ്കിലും പറഞ്ഞ് അവരെ സമാധാനിപ്പിച്ചാട്ടെ എനിക്ക് അങ്ങോട്ട് വരാൻ പറ്റും. ഇപ്പൊ പോലും വഴക്കുണ്ടാക്കിയ റൂമിൽ വന്നിരിക്കുന്നത്. ഇത് കേട്ട് ഹരീഷ് ചോദിക്കാണ്, നീ ദയവ് ചെയ്ത് ഒന്ന് പുറത്തേക്ക് ഇറങ്ങി വരുമോ? അപ്പൊ നീതു പറയണ, ശരി വരാം. അങ്ങനെ നീതു പുറത്തേക്ക് ഇറങ്ങാനായി തുടങ്ങുമ്പോൾ സീത ചോദിക്കുന്നു, എടി രാത്രി സമയത്ത് പുറത്തേക്ക് എങ്ങോട്ടാ? അപ്പൊ നീതു പറയണ, ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരാമേ, വെറുതെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കാതെ. അങ്ങനെ നീതു പുറത്തേക്ക് പോകുമ്പോൾ അഖിൽ ചോദിക്കണ, അമ്മ എന്താ ഈ നോക്കി നിൽക്കുന്നത്? സീത പറയണ, അവളോട് പറഞ്ഞ കേക്കില്ലല്ലോ. എന്താ അമ്മ ഇതെന്ന് ചോദിച്ച് അഖിൽ വാതിലിന്റെ അരികിലേക്ക് വന്ന് നീതുവിനെ നോക്കുകയാണ്. സീതയും അരികിലേക്ക് വരുന്നു. അഖിൽ പറയുന്നു, ഓ ഹരീഷ് വന്നിട്ടുണ്ട്, അവനെ കാണാൻ വേണ്ടി ഇറങ്ങിപ്പോയത്. ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ് അമ്മ. കൊള്ളാം, ഇവളുടെയൊക്കെ കയ്യും കാലും ഒടിച്ച് വീട്ടിനകത്തിരുത്തണം. സീത അകത്തേക്ക് പോകുമ്പോൾ അഖിൽ ചോദിക്കണ, എന്താ അമ്മ അകത്തേക്ക് കയറി വന്നത്? അമ്മയുടെ മകള് ആ റൗഡിയോട് സംസാരിക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ലേ? അപ്പൊ സീത പറയണ, എടാ അവള് പറഞ്ഞ കേക്കൂ, അവര് തമ്മിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന് നീ പറഞ്ഞില്ലേ, എന്താ നടക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഹരീഷ് ദേഷ്യത്തോടുകൂടി നീതുവിനോട് ചോദിക്കുന്നു, നീ എന്റെ സുഭാഷേട്ടനോട് എന്താ പറഞ്ഞത്? എന്താ ഹരീഷ് എന്ന് നീതു ചോദിക്കുമ്പോൾ ഹരീഷ് പറയണ, ചോദിച്ചതിന് മറുപടി പറ, നീ എപ്പോഴും എന്റെ സുഭാഷേട്ടനെ കണ്ടത്? നീതു പറയണ, ഇന്ന് നിശ്ചയത്തിന് വന്നപ്പോഴും ഞാൻ സുഭാഷേട്ടനോട് സംസാരിച്ചായിരുന്നല്ലോ. അപ്പൊ ഹരീഷ് പറയണ, ഇന്നല്ല, നേരത്തെ സുഭാഷേട്ടനെ കണ്ട് സംസാരിച്ചായിരുന്നോ ഇല്ലയോ? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല എന്ന് നീതു പറയുമ്പോൾ ഹരീഷ് പറയണ, എന്റെ സുഭാഷേട്ടനെ കണ്ട് സുഭാഷേട്ടന്റെ കല്യാണം ആദ്യം നടന്നല്ലേ ഞങ്ങളുടെ കല്യാണം നടക്കൂ, പെട്ടെന്ന് സുഭാഷേട്ടൻ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞോ? വാ തുറന്ന മറുപടി പറ. അപ്പം നീതു പറയുകയാണ്, പറഞ്ഞു ഹരീഷ്. എന്തിനാ അങ്ങനെ പറഞ്ഞെന്ന് ഹരീഷ് ചോദിക്കുമ്പോൾ നീതു പറയുകയാണ്, നീയല്ലേ ഹരീഷ് പറഞ്ഞത് നിന്റെ സുഭാഷേട്ടന്റെ കല്യാണം കഴിഞ്ഞിട്ട് നീ എന്നെ കല്യാണം കഴിക്കുമെന്ന്? ഞാൻ സുഭാഷേട്ടനെ റോഡിൽ വെച്ച് കണ്ടപ്പോൾ പെട്ടെന്നൊരു കല്യാണം കഴിക്കണം, എങ്കിലേ ഞങ്ങളുടെ കല്യാണം നടക്കൂ, അതല്ലേ സുഭാഷേട്ടനും ഞങ്ങൾക്ക് നല്ലതെന്ന് പറഞ്ഞു. അതിനിപ്പോ എന്താ? അപ്പൊ ഹരീഷ് പറയണ, ദേ നോക്ക്, നിനക്ക് പെട്ടെന്ന് കല്യാണം കഴിക്കണമെന്നുണ്ടെങ്കിൽ വേറെ ആരെയെങ്കിലും കല്യാണം കഴിക്കും, സുഭാഷേട്ടന്റെ ജീവിതം നശിപ്പിക്കാൻ ശ്രമിക്കരുത്. നീതു ചോദിക്കുന്നു, ഞാൻ നിന്റെ സുഭാഷേട്ടന്റെ ജീവിതം നശിപ്പിക്കാൻ ശ്രമിച്ചെന്നോ? മനസ്സിലായില്ല. കല്യാണം കഴിക്കാൻ പറഞ്ഞത് വലിയ തെറ്റായി പോയോ? അപ്പൊ ഹരീഷ് പറയണ, നീ അങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് സുഭാഷേട്ടൻ ഒരു മോശപ്പെട്ട കുടുംബത്തിലെ പെണ്ണിനെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചത്. ഇന്ന് വീട്ടില് എന്താ നടന്നതെന്ന് കണ്ടല്ലോ. പാവ സുഭാഷേട്ടൻ, ഞാൻ കാരണം എന്റെ അനിയന്റെ ജീവിതം നശിക്കുകയാണെന്ന് വിചാരിച്ച് ബ്രോക്കറെ കണ്ട് ഏത് പെണ്ണാണെങ്കിലും കുഴപ്പമില്ല പെട്ടെന്ന് നിന്റെ കല്യാണം നടക്കണമെന്ന് പറഞ്ഞു. നീ സുഭാഷേട്ടനെ കണ്ട് സംസാരിച്ചത് കൊണ്ടാണ് സുഭാഷേട്ടൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്. ഞങ്ങളുടെ സുഭാഷേട്ടനോട് കല്യാണം കഴിക്കാൻ പറയാൻ നീ ആരടി? പറയടി. അഖിലും സീതയും അവരെ ശ്രദ്ധിക്കുകയാണ്. നീതു ടെൻഷനോടുകൂടി അവരെ നോക്കുന്നുണ്ട്. അപ്പൊ ഹരീഷ് ചോദിക്കാണ്, നീ എന്താ അങ്ങോട്ട് നോക്കുന്നത്? ചോദിച്ചതിന് മറുപടി പറ. അഖിൽ പറയണ, കണ്ടില്ലേ അമ്മേ, അവളെ അവൻ വഴക്ക് പറയുന്നത്, നാണോ ഇല്ലാതെ അത് കേട്ടോണ്ട് നിൽക്കുന്ന കണ്ടില്ലേ? നമ്മളൊരു വാക്ക് പറയുമ്പോൾ എതിർക്കുന്നത് കണ്ടിട്ടില്ലേ? ഇപ്പൊ പമ്മി നിൽക്കുന്നു. സീത പറയണ, തമ്മിലടിച്ച് ചാവട്ടടാ, എങ്കിലേ അവക്ക് ബുദ്ധി വരൂ. ഹരീഷ് വളരെ ദേഷ്യത്തോടുകൂടി നീതുവിനോട് സംസാരിക്കുകയാണ്. എന്റെ അവസ്ഥ നിനക്ക് അറിയാത്തത് കൊണ്ടാണെന്ന് നീതു പറയുമ്പോൾ ഹരീഷ് ചോദിക്കണ, എന്ത് അവസ്ഥ? നീ എനിക്ക് വേണ്ടി അടിയും വഴക്കും വാങ്ങിക്കുന്നു, അതാണോ? നീ എനിക്ക് വേണ്ടി കാത്തിരിക്കണ്ട, നീ ഒരു സെൽഫിഷാ. അന്ന് നീ എന്റെ വീട്ടിലേക്ക് വന്നപ്പോൾ ഞാൻ നിന്നെ തനിച്ച് കൂട്ടിക്കൊണ്ടു പോയല്ലേ സുഭാഷേട്ടന്റെ കാര്യം പറഞ്ഞത്? സുഭാഷേട്ടൻ അറിഞ്ഞാൽ അത് വിഷമമാകും. അപ്പൊ നീ എല്ലാം നശിപ്പിക്കാൻ ശ്രമിക്കുകയാണോ? നോക്ക്, എനിക്ക് എപ്പം നിന്നെ കല്യാണം കഴിക്കണമെന്ന് തോന്നുന്നോ അപ്പോഴേ ഞാൻ നിന്നെ കല്യാണം കഴിക്കൂ. നിനക്ക് നിന്റെ വീട്ടിൽ നിൽക്കാൻ പറ്റില്ലെങ്കിൽ നിന്നെ ഞാൻ ഹോസ്റ്റലിൽ നിർത്താമെന്ന് അന്നേ പറഞ്ഞതല്ലേ?
അത് പറ്റില്ല എന്ന് പറഞ്ഞ് വീട്ടിലിരുന്ന് എന്നെ ടോർച്ചർ ചെയ്യുകയാണോ? നോക്ക്, എന്റെ സുഭാഷേട്ടന് നല്ലൊരു പെണ്ണിനെ കണ്ടുപിടിച്ച് കല്യാണം കഴിപ്പിച്ചാലേ എനിക്ക് നമ്മുടെ ജീവിതത്തെ കുറിച്ച് ചിന്തിക്കാൻ പറ്റൂ. അതെപ്പോ നടക്കുമെന്നൊന്നും എനിക്കറിയില്ല. നമ്മുടെ കല്യാണം നടക്കാൻ വേണ്ടി സുഭാഷേട്ടനെ ഏതോ ഒരു വീട്ടിലുള്ള ഏതോ ഒരു പെണ്ണിന് വിട്ടുകൊടുക്കാനൊന്നും പറ്റില്ല. നിനക്ക് കാത്തിരിക്കാൻ വയ്യെങ്കിൽ നീ പൊയ്ക്കോ, അങ്ങോട്ട് മാറി നിൽക്കടി എന്ന് പറഞ്ഞ് ഹരീഷ് ദേഷ്യത്തോടു കൂടി ബൈക്കിൽ കയറി അവിടെ നിന്ന് പോവുകയാണ്. നീതു കണ്ണു നിറങ്ങി അകത്തേക്ക് കയറി വരുമ്പോൾ സീത ചോദിക്കുന്നു, ഇവനാണോടി നിന്റെ കണ്ണു നിറയാതെ നോക്കൂന്ന് പറഞ്ഞവൻ? ഇവന് വേണ്ടിയാണോ നീ ഞങ്ങളോട് വഴക്കടിക്കുന്നത്? ദിവസവും അവന്റെ വഴക്കും അടിയും കൊണ്ട് വളരെ മോശമായ ഒരു ജീവിതമായിരിക്കും നിനക്ക് കിട്ടാൻ പോകുന്നത്. നിനക്കിത് വേണോടി? നല്ലൊരു ജീവിതം നിനക്ക് ഉണ്ടാക്കി തരണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചു, പക്ഷെ നിനക്ക് വേണ്ടല്ലോ. നിനക്കൊക്കെ കിട്ടിയാലേ പഠിക്കൂ. ഇത് കേട്ട് ദേഷ്യത്തോടു കൂടി നീതു അകത്തേക്ക് കയറി വാതിലടയ്ക്കുകയാണ്. തുടർന്ന് റൂമിലേക്ക് വന്ന നീതു പൊട്ടിക്കരയുകയാണ്. തുടർന്ന് സുഭാഷിനെയും കൂട്ടി അവിനാശ് തന്റെ വീട്ടിലേക്ക് വരികയാണ്. ചാന്ദിനി അവരുടെ അരികിലേക്ക് വരുമ്പോൾ ഹിന്ദിയിൽ സുഭാഷിന്റെ വിവാഹ നിശ്ചയം മുടങ്ങിയ കാര്യം പറയുകയാണ് അവിനാശ്. ചാന്ദിനി വിഷമത്തോടുകൂടി സുഭാഷിനെ നോക്കുമ്പോൾ അവിനാശ് പറയണ, ചാന്ദിനി ചായ എടുത്തോണ്ട് വാ, ചെല്ല. ഇത് കേട്ട് ചാന്ദിനി അകത്തേക്ക് പോവുകയാണ്. അവിനാശ് പറയുന്നു, വാ ഭയ്യ, വന്നിരിക്ക്. സുഭാഷ് പറയണ, ഹരീഷിന്റെ ജീവിതം നന്നായി വരണമെന്ന് ഞാൻ ആഗ്രഹിച്ചുള്ളൂ, ഇങ്ങനെയൊക്കെ നടക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ചാന്ദിനി സുഭാഷിന് ചായ കൊണ്ട കൊടുക്കുകയാണ്. ആ ചായ വാങ്ങി സുഭാഷ് വിഷമത്തോടു കൂടി ഇരിക്കുമ്പോൾ കുറച്ചങ്ങോട്ടേക്ക് മാറി നിന്ന് ചാന്ദിനി സുഭാഷിനെ ശ്രദ്ധിക്കുകയാണ്. കയ്യിൽ പിടിച്ച അവിനാശ് പറയുന്നു, വിട് ഭയ്യ, ചായ കുടിക്ക്. അപ്പൊ സുഭാഷ് പറയുന്നു, നടന്നതില് എനിക്ക് വലിയ വിഷമമൊന്നുമില്ല അവിനാശേ, പക്ഷെ വീട്ടിലുള്ള എല്ലാവർക്കും വിഷമമായി. ഞാനാണ് അവരോടെല്ലാവരോടും സംസാരിച്ച് നിശ്ചയത്തിന് കൂട്ടിക്കൊണ്ടുപോയത്. ഇത്തവണ നല്ലത് നടക്കുമെന്ന് കരുതി വിശ്വസിച്ചാണ് അവര് വന്നത്. അവരെ വിഷമിപ്പിച്ചതിൽ എനിക്ക് നല്ല വിഷമമുണ്ട്. പക്ഷെ ഒരു കാര്യമുണ്ട് അവിനാശേ, തുടക്കം മുതലേ ഈ വിവാഹം വേണമെന്ന് അവര് ചോദിച്ചിരുന്നു. ഞാനാ നീതു എന്തിനാണ് വെയിറ്റ് ചെയ്ത് കഷ്ടപ്പെടുന്നതെന്ന് പറഞ്ഞ് ഒന്നിനെ കുറിച്ചും ആലോചിക്കാതെ ഓക്കെ പറഞ്ഞത്. അവിനാശ് ചോദിക്കുന്നു, ഭയ്യ, ഈ നിശ്ചയം മുടങ്ങിയതിൽ ഭയ്യക്ക് വിഷമമില്ലേ? പുഞ്ചിരിച്ച് സുഭാഷ് പറയണ, എനിക്ക് വിഷമമൊന്നുമില്ല അവിനാശേ, ഞാൻ ഹരീഷിന് വേണ്ടിയാണ് ഈ കല്യാണം കഴിക്കാൻ തന്നെ തീരുമാനിച്ചത്. എന്റെ വീട്ടിലുള്ള ആരും ബുദ്ധിമുട്ടാൻ പാടില്ല എന്ന് വിചാരിച്ചു. ഇപ്പൊ എന്റെ കല്യാണം നടന്നില്ലെങ്കിൽ ഹരീഷിന്റെ കല്യാണവും നീണ്ടുപോയിക്കൊണ്ടേ ഇരിക്കുമല്ലോ. എന്തിനാ അവൻ എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നത്? ഇതൊക്കെ ആലോചിച്ചാണ് ഞാൻ ഉടനെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചത്. ഇത് കേട്ട് അവിനാശ് പറയുകയാണ്, ഭയ്യ വീട്ടിലുള്ളവരെ കുറിച്ച് ഓർത്ത് വിഷമിക്കുന്നു. അവര് ഭയ്യയെ കുറിച്ച് ഓർത്ത് വിഷമിക്കുന്നു. എനിക്ക് ഭയ്യ ഒരു 10 വർഷമായിട്ട് അറിയാം. ഞാനും ഇപ്പം ആ വീട്ടിൽ ഒരാളെ പോലാ. എന്നോട് ചോദിച്ചാലും അവര് പറയുന്നതാ ശരിയെന്നേ ഞാനും പറയൂ. ഭയ്യക്ക് ഒരു കല്യാണം നടക്കുന്നുണ്ടെങ്കിൽ നന്നായി അന്വേഷിച്ച് നല്ലൊരു പെണ്ണിനെ കണ്ടുപിടിച്ച് കല്യാണം നടത്തണമെന്നാ ഞാനും ആഗ്രഹിക്കുന്നത്. അത് തന്നെയാണ് വീട്ടിലുള്ളവരും ആലോചിക്കുന്നത്. പുഞ്ചിരിച്ച് സുഭാഷ് ചോദിക്കാണ്, ഇനി എനിക്കൊക്കെ എപ്പോഴാ അവിനാശേ കല്യാണം നടക്കാൻ പോകുന്നത്? എന്റെ ജീവിതത്തിൽ വിവാഹയോഗം ഇല്ലെന്ന് വിചാരിച്ചാ മതി. എങ്ങനെയെങ്കിലും ഹരീഷിന്റെ കല്യാണം നടത്തണം. അവൻ ഉറപ്പായിട്ട് സമ്മതിക്കില്ല, പക്ഷെ എങ്ങനെയെങ്കിലും അവനെ പറഞ്ഞ് സമ്മതിപ്പിച്ച് അവന്റെ കല്യാണം നടത്തണം. എന്റെ കല്യാണം നടക്കാത്തതിനെ കുറിച്ച് ആലോചിച്ച് എനിക്കൊരു വിഷമവും ഇല്ല. നാട്ടിൽ എത്രയോ പേരുടെ കല്യാണം നടക്കുന്നില്ല, അവരൊക്കെ നന്നായിട്ട് ജീവിക്കുന്നില്ലേ? ഞാനും അതുപോലെ അങ്ങ് ജീവിക്കാം. എനിക്ക് അതിലൊന്നിലും ഒരു വിഷമവും ഇല്ല. ഇത് കേട്ട് അവിനാശ് ചോദിക്കുന്നു, എന്താ ഭയ്യ അങ്ങനെയൊക്കെ പറയുന്നത്? അപ്പൊ സുഭാഷ് ചോദിക്കാണ്, അവിനാശ് എല്ലാം കാണുന്നതല്ലേ, എന്നെ കുറിച്ച് എല്ലാം അറിയാം. ഇനി എന്റെ ജീവിതത്തിൽ എങ്ങനെ കല്യാണം നടക്കാനാ? ഇത് കേട്ട് അവിനാശ് ചാന്ദിനിയെ നോക്കുകയാണ്. ചാന്ദിനിയും അവിനാശിനെ നോക്കുന്നുണ്ട്. ഒന്ന് ആലോചിച്ച് അവിനാശ് പറയുന്നു, ഇത് ചോദിക്കാൻ പാടുണ്ടോന്ന് എനിക്കറിയില്ല, എന്നാലും ഞാൻ ചോദിക്കുക, എന്റെ അനിയത്തിയെ കല്യാണം കഴിക്കൂ? ഇത് കേട്ട് ചാന്ദിനി ആകാംക്ഷയോടുകൂടി സുഭാഷിനെ നോക്കുമ്പോൾ വിശ്വസിക്കാനാകാതെ ചാന്ദിനിയെ അവിനാശിനെ നോക്കുകയാണ് സുഭാഷ്. അവിനാശ് പറയണ, എവിടെയൊക്കെയോ പെണ്ണ് അന്വേഷിക്കുന്നുണ്ട് ഭയ്യ. എന്റെ പെങ്ങളെ മയ്യ കണ്ടില്ലേ? അവളെ കല്യാണം കഴിച്ചൂടെ? ഇത് കേട്ട് നാണത്തോടു കൂടി പുഞ്ചിരിച്ച് കുനിങ്ങി നിൽക്കുകയാണ് ചാന്ദിനി. സുഭാഷ് ആലോചിച്ചിരിക്കുമ്പോൾ ചാന്ദിനി ഒന്ന് നോക്കിയിട്ട് അവിനാശ് പറയണ, അവളെ ഞാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നത് എന്തിനാണെന്നറിയോ? അവക്ക് നല്ലൊരു ജീവിതം ഉണ്ടാക്കി കൊടുക്കാനാ. ആ നാട്ടിൽ കിടന്ന് കഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയാ ഇങ്ങോട്ട് കൊണ്ടുവന്നേ. ഭയ്യയെ പോലെ ഒരു നല്ല ആൾ എന്റെ പെങ്ങളെ കല്യാണം കഴിച്ചാൽ അവള് സന്തോഷമായിട്ട് ജീവിക്കും ഭയ്യ. എന്റെ പെങ്ങൾ ചാന്ദിനിയെ കല്യാണം കഴിക്കാമോ? സുഭാഷ് ചോദിക്കുന്നു, അവിനാശ് നീ എന്തേ പറയുന്നേ? അവിനാശ് ചോദിക്കുന്നു, എന്താ ഭയ്യ, ഞങ്ങളുടെ കയ്യിൽ പണമില്ല, നല്ലൊരു വീടില്ല, ഇതൊക്കെ ആലോചിച്ചപ്പോൾ വേണ്ടാന്ന് വിചാരിച്ചതാണോ? ഇത് കേട്ട് സുഭാഷ് ചോദിക്കുന്നു, അവിനാശ് നീ എന്തായി പറയുന്നത്? അതൊന്നുമല്ല, എന്താ പെട്ടെന്ന് ഇങ്ങനെയൊക്കെ ചോദിക്കുന്നേ? അപ്പൊ അവിനാശ് പറയണ, ഞാൻ ഇതിനു മുമ്പും ഭയ്യയോട് ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇത്രയും നല്ല ഒരാൾക്കാണോ പെണ്ണ് കിട്ടാത്തത്? എന്റെ പെങ്ങളെ കല്യാണം കഴിച്ചൂടെയെന്ന് ഞാൻ ഒരിക്കൽ ചോദിച്ചതാ. അന്ന് ചിരിച്ചുകൊണ്ട് ഭയ്യ അത് വിട്ടുകളഞ്ഞു. പക്ഷെ അന്ന് ഞാൻ കാര്യമായിട്ട് തന്നെയാ ചോദിച്ചത്, ഇപ്പോഴും കാര്യമായിട്ട് തന്നെയാ ചോദിക്കുന്നത്. ചാന്ദിനിയെ കല്യാണം കഴിക്കാമോ? ചാന്ദിനി എന്റെ പെങ്ങളായതുകൊണ്ട് പറയുകയല്ല, അവള് ശരിക്കും നല്ല പെൺകുട്ടിയാ. ഭയ്യയെ നന്നായി നോക്കും, ഭയ്യയെ അവളെ നന്നായി നോക്കും. നിങ്ങൾ രണ്ടുപേരും കല്യാണം കഴിച്ചാൽ എനിക്ക് വലിയ സന്തോഷമാകും. അവളെ നല്ല ഒരാളെ കൊണ്ട് കല്യാണം കഴിപ്പിച്ച തൃപ്തി എനിക്കുണ്ടാകും. ഭയ്യ ഉടനെ പറയണ്ട, നന്നായി ആലോചിച്ച് ഒരു തീരുമാനം പറഞ്ഞാൽ മതി. ആലോചിച്ചിട്ട് വേണ്ടാന്ന് പറഞ്ഞാലും എനിക്കൊരു പ്രശ്നമില്ല. ഇത് കേട്ട് സുഭാഷ് തിരിഞ്ഞ് ചാന്ദിനിയെ നോക്കുമ്പോൾ ചാന്ദിനി നാണത്തോടുകൂടി പുഞ്ചിരിച്ച് സുഭാഷിനെ നോക്കുകയാണ്. ഇത് കണ്ടൊന്ന് പതറിയെ സുഭാഷ് വീണ്ടും ചാന്ദിനിയെ നോക്കുമ്പോൾ നാണത്തോടുകൂടി ചിരിച്ചുകൊണ്ട് അകത്തേക്ക് ഓടി പോവുകയാണ് ചാന്ദിനി. അവിനാശ് ഒന്നും മിണ്ടാതെ ഇരിക്കുമ്പോൾ വാതിലിന്റെ അരികിലേക്ക് വന്ന് മറങ്ങി നിന്ന് സുഭാഷിനെ നോക്കുകയാണ് ചാന്ദിനി. സുഭാഷ് മനസ്സിൽ പറയുന്നു,
എന്താ ഇവൾ ഇത്ര സന്തോഷമായിട്ട് അകത്തേക്ക് ഓടി പോകുന്നത്? ഒരുപക്ഷെ അവക്ക് എന്നെ ഇഷ്ടമാണോ? അങ്ങനെ സുഭാഷ് തിരിഞ്ഞ് ചാന്ദിനിയെ നോക്കുകയാണ്. ചാന്ദിനി പുഞ്ചിരിച്ച് സുഭാഷിനെ തന്നെ നോക്കി നിൽക്കുന്നു. സുഭാഷ് ഒന്ന് ആലോചിച്ച് പുഞ്ചിരിച്ച് ചാന്ദിനിയെ തിരിഞ്ഞു നോക്കുമ്പോൾ ചാന്ദിനിയും പുഞ്ചിരിച്ച് നാണത്തോടുകൂടി സുഭാഷിനെ തന്നെ നോക്കി നിൽക്കുകയാണ്. സുഭാഷിനെയും ചാന്ദിനിയെയും ശ്രദ്ധിക്കുന്ന അവിനാശ് വളരെ സന്തോഷത്തോടുകൂടി ഇരിക്കുകയാണ്. സുഭാഷും ചാന്ദിനിയും പ്രണയത്തോടുകൂടി മുഖത്തോട് മുഖം നോക്കിയിരിക്കുന്നു. തുടർന്ന് രാത്രി വളരെ സന്തോഷത്തോടുകൂടി കിളിക്കൂട്ടിലേക്ക് മടങ്ങി പോകുകയാണ് സുഭാഷ്. സുഭാഷ് ഓർക്കുന്നു അവിനാശിന്റെ വാക്കുകൾ. എന്റെ പെങ്ങളെ കല്യാണം കഴിക്കോ ഭയ്യ? ചാന്ദിനി നാണത്തോടുകൂടി പുഞ്ചിരിച്ച് അകത്തേക്ക് ഓടിപ്പോയതും ആദ്യമായി ചാന്ദിനിയെ കണ്ടതും പിന്നീടുള്ള ചാന്ദിനിയുമായുള്ള നല്ല നിമിഷങ്ങളും ഓർക്കുകയാണ് സുഭാഷ്. അവിനാശിന്റെ ഒപ്പം ചാന്ദിനി സൈറ്റിലേക്ക് വരുന്നതും സുഭാഷിന്റെ ഒപ്പം ഭക്ഷണം കഴിക്കുന്നതും കിളിക്കൂട്ടിലേക്ക് വന്നതും തറവാട്ടമ്പലത്തിലേക്ക് വന്നതും സുഭാഷിന്റെ തലയിൽ പൂക്കൾ വീണപ്പോൾ ചാന്ദിനി പൂ തട്ടിക്കളഞ്ഞതും തെന്നി വീഴാനായി തുടങ്ങിയ ചാന്ദിനിയെ താങ്ങി പിടിച്ചതും ചാന്ദിനിയും സുഭാഷും ചിരിച്ച് സംസാരിച്ചതുമെല്ലാം ഓർക്കുന്നു. തുടർന്ന് നീതു ഹരീഷിന്റെ ഫോണിലേക്ക് വിളിക്കുന്നുവെങ്കിലും ഹരീഷ് ഫോൺ അറ്റൻഡ് ചെയ്ത് സംസാരിക്കുന്നില്ല. നീതു വീണ്ടും വീണ്ടും വിളിക്കുമ്പോൾ ഫോൺ അറ്റൻഡ് ചെയ്ത് ഹരീഷ് ചോദിക്കുന്നു, എന്തിനാടി നീ ഇങ്ങനെ ഫോൺ വിളിച്ചോണ്ടിരിക്കുന്നത്? അപ്പൊ നീതു ചോദിക്കുകയാണ്, എന്തിനാ ഹരീഷ് എന്നെ ഇങ്ങനെ വഴക്ക് പറയുന്നത്? അപ്പൊ ഹരീഷ് പറയണേ, ഞാൻ കോള് കട്ട് ചെയ്തില്ലേ, പിന്നെ എന്തിനാ ഇങ്ങനെ വിളിച്ച് ടോർച്ചർ ചെയ്യുന്നേ? ഹരീഷ് പ്ലീസ് എന്നെ വഴക്ക് പറയില്ലേ എന്ന് പറഞ്ഞ നീതു കരയുമ്പോൾ ഫോൺ വെക്കടി എന്ന് പറഞ്ഞ് ഹരീഷ് കോള് കട്ട് ചെയ്യുകയാണ്. നീതു വീണ്ടും ഹരീഷിന്റെ ഫോണിലേക്ക് വിളിക്കുമ്പോൾ ഫോൺ അറ്റൻഡ് ചെയ്ത് ഹരീഷ് പറയണം, വിളിക്കരുതെന്നല്ലേ നിന്നോട് പറഞ്ഞത്, നിനക്കെന്താ മനസ്സിലാകില്ലേ? നീതു ചോദിക്കുന്നു, എന്താ ഹരീഷ് ഇത്? ഒരു തെറ്റും ചെയ്യാത്ത എന്നെ എന്തിനാ ഇങ്ങനെ വഴക്ക് പറയുന്നത്? അപ്പൊ ഹരീഷ് പറയണ, അതെടി നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഞാൻ ആ തെറ്റ് ചെയ്തത്, മതിയായോ? നിന്നോട് സംസാരിക്കാൻ വേണ്ടിയല്ല ഞാൻ വിളിച്ചതെന്ന് നീതു പറയുമ്പോൾ ഹരീഷ് പറയണ, നിന്നോട് സംസാരിക്കാൻ ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ് കോള് കട്ട് ചെയ്യുന്നത്, വീണ്ടും വീണ്ടും എന്തിനാ നീ എന്നെ ഫോൺ ചെയ്യുന്നത്? നീതു ചോദിക്കുന്നു, നീ എന്തിനാ ഹരീഷ് എന്റെ വീടിന്റെ മുന്നിൽ വന്ന് ബഹളം വെച്ചത്? നിനക്ക് എന്തെങ്കിലും എന്നോട് പറയണമെങ്കിൽ ഫോണിൽ വിളിച്ച് പറഞ്ഞാ പോരെ, അല്ലെങ്കിൽ ഞാൻ നാളെ മെക്കാനിക് ഷോപ്പിലേക്ക് വരില്ലേ, അപ്പൊ പറഞ്ഞാ പോരെ? നീ എന്നെ വഴക്ക് പറയുന്നത് എന്റെ വീട്ടിലുള്ളവര് കണ്ടു, എന്റെ അമ്മയും ചേട്ടനും അത് കണ്ട് എന്നെ വീണ്ടും വഴക്ക് പറയും. നിനക്കിത് വേണം, നന്നായിട്ട് അനുഭവിക്കണമെന്ന് പറഞ്ഞ് എന്നോട് അവര് എന്തൊക്കെയാ പറഞ്ഞെന്നറിയോ? എന്തിനാ ഹരീഷ് നീ എന്നോട് ഇങ്ങനെ ചെയ്തേ? എന്നെ കുറിച്ച് നിനക്കൊന്നും ആലോചിക്കത്തില്ലായിരുന്നു? ഇത് കേട്ട് ഹരീഷ് പറയണ, അതെടി 24 മണിക്കൂറും നീ നിന്നെ കുറിച്ച് ആലോചിക്കുന്നത് പോരാഞ്ഞിട്ട് ഞാനും ഇനി നിന്നെ കുറിച്ച് ആലോചിച്ചിരിക്കണം അല്ലേ? ആരെങ്ങനെയായാലും നിനക്ക് ഒരു കുഴപ്പമില്ല, നിനക്ക് നിന്റെ പ്രശ്നമാണല്ലോ പ്രധാനം. നീ കാരണം എന്റെ സുഭാഷേട്ടനിപ്പം വിഷമിക്കുക, അതിന് കാരണക്കാരിയായി നീ വിഷമിക്കുന്നത് കണ്ട് ഞാൻ നിന്നെ ആശ്വസിപ്പിക്കണോ? നിനക്ക് എങ്ങനെ പറ്റുന്നു? നിനക്ക് മറ്റുള്ളവരെ കുറിച്ച് ഒരു ചിന്തയില്ലേ? അപ്പൊ നീതു പറയാണ്, നീയാ ഹരീഷ് മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കാതെ നിന്നെ കുറിച്ച് മാത്രം ചിന്തിക്കുന്നത്? നിനക്ക് ദേഷ്യം വന്നാൽ ഉടനെ വന്ന് വഴക്ക് പറയണമല്ലോ. എന്റെ വീടിന്റെ അവസ്ഥ എന്താണെന്ന് നിനക്കറിയാലോ, വെക്കടി ഫോൺ എന്ന് പറഞ്ഞ് ഹരീഷ് ദേഷ്യത്തോടുകൂടി ഫോൺ കട്ട് ചെയ്യുകയാണ്. നീതു വീണ്ടും ഹരീഷിന്റെ ഫോണിലേക്ക് വിളിക്കുമ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ആണെന്ന് പറയുന്നു. ഈ സീരിയലിന്റെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്